മലയാള സിനിമയിൽ മുരളിച്ചേട്ടൻ കൂടെ അഭിനയിച്ചിട്ടില്ലാത്ത നടന്മാരോ കൂടെ വർക്ക് ചെയ്തിട്ടില്ലാത്ത സംവിധായകരോ ഒക്കെ വളരെ കുറവാണ്. എന്നാൽ വളരെ അടുത്ത ആത്മബന്ധം മുരളിച്ചേട്ടൻ പുലർത്തുന്ന സഹപ്രവർത്തകർ വളരെ കുറവാണ് സിനിമയിൽ. എന്നും മുരളിച്ചേട്ടനുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. എന്നും ഇപ്പോഴും ആ അടുപ്പവും ബന്ധവും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറായി റിട്ടയർ ചെയ്ത ശ്രീ അലിയാർ സാറിനെ ഞാൻ സ്നേഹപുരസ്സരം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. മുരളിച്ചേട്ടനുമായിട്ട് എപ്പോൾ സംസാരിച്ചാലും ഒരിക്കലെങ്കിലും അലിയാർ സാർ എന്ന പേര് പറയും. അലിയാർ സാറുമായിട്ട് എപ്പോൾ സംസാരിക്കുമ്പോഴും മുരളിച്ചേട്ടൻ്റെ ഒരു കാര്യവും പറയും. അങ്ങനെ എപ്പോഴും നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ രണ്ടുപേരും മെൻഷൻ ചെയ്യാറുണ്ട് എപ്പോഴും പരസ്പരം. എങ്ങനെയാണ് ഈ ആത്മബന്ധത്തിൻ്റെ തുടക്കം? വളരെ വർഷത്തെ ബന്ധമുണ്ട്. ഞങ്ങൾ നാട്ടുകാരാണ്. ഞാൻ MA കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ പാരലൽ കോളേജിൽ വളരെ നേരത്തെ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. തൊട്ടടുത്ത ഒരു പാരലൽ കോളേജിൽ മുരളി പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ അടുത്തടുത്ത റോഡിൻ്റെ അപ്പുറം ഇപ്പുറം 2 പാരലൽ കോളേജിൽ ശരി BA അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്ത് കോളേജിൽ സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാലത്താണ് ഈ പഠിപ്പിക്കൽ പണി തുടങ്ങുന്നത്. അതെന്തായിരുന്നു അങ്ങനെ ഒരു കഥ നമ്മൾ കേട്ടു? എന്നെ മലയാള നാടക ആചാര്യനായിരുന്ന പ്രൊഫസർ G. ശങ്കരപ്പിള്ള സാറ് ചെയർമാനായിട്ടുള്ള കമ്മിറ്റി എൻ്റെ സ്വഭാവദൂഷ്യം കൊണ്ട് എന്നെ സസ്പെൻഡ് ചെയ്യല്ല ഡിസ്മിസ് ചെയ്തു പോകാം. അതെ കുറച്ചും കൂടി ഒരു മാന്യത കടുത്ത് പറഞ്ഞതായിരിക്കില്ലേ? അതിൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ അതേ കോളേജിൽ നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നെ സ്വീകരിക്കുകയും ചെയ്തു. പിന്നെ എപ്പോഴും നാടകത്തെ ജീവനെ പോലെ കെട്ടിപ്പിടിക്കുന്ന ഞാൻ എന്നെ ഡിസ്മിസ് ചെയ്തതിൻ്റെ ചെയർമാൻ അതിൻ്റെ ശങ്കരപ്പിള്ള സാറുമായിട്ട് എനിക്ക് പിന്നെ വലിയ ആത്മബന്ധം ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ കുറച്ച് അടുക്കുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങളെ അങ്ങനെ പരിചയമില്ല. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഇല്ല. അലിയാർ സാറിന് മാത്രമേ അറിയാവൂ. ശരി അറിയാവൂ, കൂടുതൽ അറിയാവുന്നത്. അപ്പോൾ എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് പിന്നെ ഇങ്ങനെ വല്ലപ്പോഴും കാണും, ലോഹ്യമൊക്കെ ആയി. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളൊരു നാടകസംഘമല്ല. ആദ്യം ഈ നരേന്ദ്രപ്രസാദ് ഒരു നാടകം എഴുതി അവതരിപ്പിക്കുക. അത് പോസ്റ്റൽ അക്കൗണ്ട്സുകാർക്ക് വേണ്ടിയാണ് ആ നാടകം അന്ന് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ഞാൻ പ്രസാദിനോട് പറയും, നമ്മുടെ ഒരാളുണ്ട് ഇതുപോലെ മുരളി, അഭിനയിക്കാൻ താല്പര്യമുണ്ട്, അപ്പോൾ വരട്ടെ നോക്കാം. ഇത് ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യം നടന്നില്ല. 70 79 79 81 81 നമ്മൾ തുഗ്ലക്ക് വായിക്കാനായിട്ട് വിളിച്ചു. തുഗ്ലക്ക് എന്ന് പറഞ്ഞ നാടകം ഗിരീഷ് കർണാടിൻ്റെ ഏറ്റവും പ്രശസ്തമായ നാടകം തുഗ്ലക്ക്. അതന്ന് അടിയന്തരാവസ്ഥക്കാലത്ത് ഞാൻ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ കോപ്പി കൈവശമുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചു. അപ്പോൾ അതൊരു വായനയും അതിൻ്റെ റിഹേഴ്സലും ഒക്കെ തുടങ്ങാൻ ഉള്ള ഒരുക്കമുണ്ടായി. അപ്പോഴാണ് വീണ്ടും അതിനകത്തൊരു വേഷം ചെയ്യാൻ നമുക്കെന്നാൽ മുരളിയെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് മുരളിയെ വിളിക്കുകയായിരുന്നു 81. ഞാൻ കാണുന്നത് തിരുവനന്തപുരത്ത് പിന്നെ അമ്പലമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഒരു വലിയ തടിയില്ലാത്ത ഒരാളും അലിയാർ സാറുടെ ഇങ്ങനെ ബസ്സിൽ കയറുന്നു. മറ്റേ പുള്ളി സഞ്ചിയുണ്ട്. അന്നത്തെ ഒരു കുതൂഹല യൗവനങ്ങൾ എന്നുള്ള വാക്ക് എനിക്ക് ഉപയോഗിക്കാം പക്ഷേ ശരിയല്ലേ? അത് കൗതുകമുള്ള യുവത്വം, അവരുടെ ഹരമായിരുന്നു നരേന്ദ്രപ്രസാദ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള എല്ലാ ക്യാമ്പസിലും ക്ലാസ്സുകളും ആയിരുന്നു. അപ്പോൾ സംശയങ്ങൾ മുഴുവൻ അവിടെയാണ് ചോദിക്കുന്നത്.